മലയാളികൾക്ക് ഏറെ പരിചിതനായ തമിഴ് സംവിധായകന് ഗൗതം വസുദേവ് മേനോന്റെ മോളിവുഡ് ഡയറക്ടോറിയൽ അരങ്ങേറ്റം, അതും മമ്മൂട്ടിക്കൊപ്പം. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പഴ്സ് എന്ന ചിത്രം പേരുപോലെ കൗതുകം സൃഷ്ടിക്കാന് ഏറ്റവും പ്രധാന കാരണം ഈ കോംബോ ആയിരുന്നു. ഷെർലക് ഹോംസിനുള്ള കലൂരിന്റെ ഉത്തരം എന്നതായിരുന്നു ചിത്രത്തിന്റെ ടാഗ് ലൈനുകളിൽ ഒന്ന്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കോമഡിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ചിത്രം. ചാൾസ് ഈനാശു ഡൊമിനിക് അഥവാ സി.ഐ. ഡൊമിനിക് ഒരു പഴയ പോലീസുകാരനാണ്. സാമ്പ്രദായിക അർത്ഥത്തിൽ ജീവിതത്തിൽ വിജയം കാണാത്ത ഡൊമിനിക് നിലവിൽ കൊച്ചിയിൽ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ്. ഒരു അസിസ്റ്റന്റിനെ തേടി ഇറക്കിയ പരസ്യം കണ്ട് ഒരു ചെറുപ്പക്കാരന് അഭിമുഖത്തിനായി വരുന്നതോടെ ആരംഭിക്കുന്ന ചിത്രം ഡൊമിനിക്കിന്റെ ജീവിതത്തെയും പരിസരങ്ങളെയും സ്വാഭാവികതയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിലവിൽ പോലീസ് യൂണിഫോം അണിയുന്നില്ലെങ്കിലും ഉള്ളിൽ സദാ ഉണർന്നിരിക്കുന്ന ഒരു പോലീസുകാരനാണ് ഡൊമിനിക്. വിവാഹാലോചനകൾക്ക് മുൻപായി വീട്ടുകാര് ആവശ്യപ്പെടുന്ന അന്വേഷണവും പങ്കാളി തന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നറിയാനുള്ള അന്വേഷണവുമൊക്കെയായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഡിറ്റക്റ്റീവ് ആണ് ഡൊമിനിക്. സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും ഇല്ല എന്നതിനൊപ്പം അയാളിലെ അന്വേഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങളും അവയിൽ പൊതുവെ ഉണ്ടാവാറില്ല. അങ്ങനെ പോകുന്ന ഡൊമിനിക്കിനെ തേടി ഉടമസ്ഥയില്ലാത്ത ഒരു ലേഡീസ് പഴ്സ് എത്തുന്നതോടെ അയാളുടെ ദിനങ്ങൾ മാറുകയാണ്. ആ പഴ്സിന്റെ ഉടമയെ തേടിയുള്ള യാത്ര പല നിഗൂഢതകളിലേക്കും നിരവധി ചോദ്യങ്ങളെയും അയാളെ എത്തിക്കുന്നു. ഡൊമിനിക്കിനും അയാളുടെ പുതുതായെത്തിയ അസിസ്റ്റന്റ് വിക്കിക്കുമൊപ്പം ഗോകുൽ സുരേഷ് നിഗൂഢ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിന് ക്ഷണിക്കുകയാണ് ഗൗതം വസുദേവ് മേനോൻ. മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രത്തിന് മമ്മൂട്ടിയെപ്പോലെ ഒരു താരത്തെ നായകനായി ലഭിച്ചിട്ടും അദ്ദേഹത്തിന്റെ താരപരിവേഷമല്ല ഗൗതം മേനോൻ ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിലെ നടനെയാണ്. യൂണിഫോമിലും അല്ലാതെയും അന്വേഷകന്മാരായ നിരവധി കഥാപാത്രങ്ങളെ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറിയുള്ള സമീപനമാണ് ഡൊമിനിക്കിനോട് മമ്മൂട്ടി പുലർത്തിയിരിക്കുന്നത്. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന വലിയ വിജയങ്ങളൊന്നും അക്കൗണ്ടിൽ ഇല്ലാത്ത എന്നാൽ അല്പസ്വല്പം വ്യത്യസ്തനായ ഡൊമിനിക്കിന് അയത്നലിതമായ ഒരു ശരീരഭാഷയാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്നത്. സിംഗ് സൗണ്ട് കൂടിയായ ചിത്രത്തിൽ ശബ്ദാഭിനയത്തിന്റെ സാധ്യത ഒരിക്കൽ കൂടി അദ്ദേഹം എടുത്തു കാട്ടുന്നുണ്ട്. ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആയി പെർഫെക്റ്റ് കാസ്റ്റ് ആണ് ഗോകുൽ സുരേഷിന്റേത്. കോമഡിയുടെ ഫ്ലേവർ ഉള്ള എന്നാൽ ഗൗരവം ചോർന്നു പോവരുതാത്ത നരേഷനിൽ മമ്മൂട്ടിക്ക് മികച്ച പിന്തുണയാണ് ഗോകുൽ നൽകിയിരിക്കുന്നത്. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ വിജി വെങ്കടേഷ് മാധുരിയായി എത്തുമ്പോൾ നന്ദിതയെന്ന ഡാൻസർ കഥാപാത്രത്തെ സുഷ്മിത ഭട്ടും അവതരിപ്പിച്ചിരിക്കുന്നു. ഡൊമിനിക്കിനെ അവതരിപ്പിച്ചതിനുശേഷം വൈകാതെ പ്രധാന അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഗൗതം വസുദേവ് മേനോൻ. സിംഗ് സൗണ്ടും സ്വാഭാവിക ചിത്രീകരണവുമൊക്കെയായി പോകുന്ന ചിത്രത്തിൽ കോമഡിയുടെ ഒരു നേർത്ത ലെയർ കൂടി വരുന്നതോടെ ഒരു വേറിട്ട റെസിപ്പി ആവുന്നുണ്ട് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പഴ്സ്. വിഷ്ണു ആർ ദേവ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. റെഫറൻസുകൾ അധികം ഇല്ലാത്ത ഇത്തരം ഒരു ചിത്രത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ ഗ്രാമർ അതും വിശ്വസനീയമായി സൃഷ്ടിച്ചിട്ടുണ്ട് വിഷ്ണു. ഗൗതം മേനോന്റെ വിശ്വസ്തനായ എഡിറ്റർ ആന്റണിയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ദർബുക ശിവയുടേതാണ് സംഗീതം. വൻ ശബ്ദഘോഷങ്ങളുള്ള പശ്ചാത്തല സംഗീതം പലപ്പോഴും ആഘോഷിക്കപ്പെടുന്ന കാലത്ത് അതിലും മിനിമൽ ആയിട്ടുണ്ട് ഗൗതം മേനോൻ. അതേസമയം ചിത്രം ആവശ്യപ്പെടുന്ന നിഗൂഢതയുടേതായ മൂഡ് ലളിതമായി സൃഷ്ടിച്ചിട്ടുമുണ്ട് ദർബുക ശിവ.